ഏയ് ഹലോ, ഇതാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിടാനാണെങ്കിൽ സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതൊരു സൺഡേ ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ വെള്ളമൊക്കെ കുടിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ബെല്ലിനെ പൂട്ടിയിട്ടേക്കുമായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവളെ അഴിച്ചു വിട്ടു കേട്ടോ. അവളുടെ പ്ലേ ടൈമൊക്കെ വേണമല്ലോ, അങ്ങനെ അഴിച്ചൊക്കെ വിട്ടു. അപ്പോൾ ഞാൻ അടുക്കള വന്നപ്പോഴത്തേക്ക് പാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ചുമ്മാ ഒന്ന് വട്ടം കറങ്ങിയൊക്കെ ചെയ്ത്. അപ്പോൾ ഇന്നാണെങ്കിൽ പിങ്ക് ബീട്രൂട്ട് വെച്ചിട്ട് ഞാൻ നല്ലൊരു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിങ്ക് ഇടിയപ്പം. അപ്പോൾ പിങ്ക് ഇടിയപ്പം ഉണ്ട്, വൈറ്റ് ഇടിയപ്പം ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ അതിനുള്ള എല്ലാം മാവൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ എടുത്തൊഴിച്ച് അപ്പോഴത്തേക്കും ഞാൻ ബീട്രൂട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ ഈ പിങ്ക് ഇടിയപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ ഒരടപ്പയിൽ നമ്മുടെ ചായയൊക്കെ റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ടാണ് കേട്ടോ ഞാനാണെങ്കിൽ പിങ്ക് ഇടിയപ്പത്തിന് റെഡിയാക്കി. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയുമാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കാനായിട്ടെല്ലാം റെഡിയായിട്ട് ഉള്ളിയൊക്കെ പൊളിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല മഴ. അപ്പോൾ അവളും കൂടെ കയറിയിരുന്നു. അവൾ വന്നിരുന്നത് ഏട്ടനാണെങ്കിൽ കാറിൽ നിന്നൊരു സാധനമൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് ഞാൻ എന്തേണ്ടേ വെള്ളം കഴുകാനായിട്ട് എടുത്തിട്ടു. അപ്പം നല്ല പോത്തിറച്ചി ഉണ്ടായിരുന്നേ. പോത്തിറച്ചിയൊക്കെ വെക്കാനായിട്ട് ഉള്ള കറിവേപ്പിലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബെല്ലമോൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇതെന്നാ ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞു, മുട്ടയൊക്കെ 4 ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബെല്ലമോക്കാന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ 3 പേരും ബാക്കി കഴിക്കാൻ. അപ്പോൾ സവാളയൊക്കെ കുക്കറിലിട്ട് വരട്ടി ഞാനത് അടച്ച് വെക്കും കേട്ടോ കുറേ നേരം വേവാൻ. അപ്പോൾ ആ സമയത്തേക്ക് ഇടിയപ്പം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മിക്ക ദിവസവും കൂടി ഇടിയപ്പം ആയിരിക്കും കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടോ. സാറിന് എല്ലാവർക്കും പാടാണ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി ഇടിയപ്പം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇതേണ്ട കറക്റ്റായിട്ട് ഇടിയപ്പമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ വീഡിയോ എടുക്കുവാന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഏട്ടൻ ഇരിപ്പുണ്ട്. പക്ഷേ ഹെൽപ്പിനൊന്നും വന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതൊന്ന് കറക്കാനൊക്കെ വിളിക്കും, പക്ഷെ മാക്സിമം ഞാൻ തന്നെ ആയിരിക്കും ഇത് കറക്കി എടുക്കാറ്. കാരണം വെറുതെ ബുദ്ധിമുട്ടിച്ച് നമുക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടിയപ്പം റെഡിയാവാൻ നമ്മൾ അടപ്പിലോട്ട് കൊണ്ടുവെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ അടപ്പിൽ വെച്ചതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മുട്ടയുടെ മസാല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ട മുട്ടക്കറി ഇപ്പോൾ വെക്കുന്ന കേട്ടോ കൂടുതലും. അങ്ങനെ ചായയൊക്കെ എടുത്ത് ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി അതിന് ശേഷം ഹാളിൽ വന്നേയിരുന്നു. അപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞുകൊണ്ട് എന്തോ ഭാഗ്യത്തിനൊരു വീഡിയോ എനിക്ക്